2014 മുതൽ നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതാണ്. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ആ സമയത്തെല്ലാം മോദിയുടെ മന്ത്രിസഭയിൽ നല്ല രീതിയിൽ പ്രാഗൽഭ്യം കാണിക്കുന്ന മന്ത്രിമാരെ മാത്രമേ മോദിയുടെ ടീമിലേക്ക് വയ്ക്കാറുള്ളൂ. അല്ലാത്തവരെയെല്ലാം മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തി മറ്റേതെങ്കിലും ചുമതലകൾ നൽകുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം ഇതാ അത് തന്നെയാണ്. അതായത് മൂന്നാം ടേമും നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ ഉടനെ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന മന്ത്രിമാരെ കൂടുതൽ വകുപ്പുകളൊക്കെ നൽകി കൂടുതൽ സുപ്രധാനമായ വകുപ്പുകൾ നൽകിക്കൊണ്ട് മോശം പ്രകടനം കാഴ്ചവെക്കുന്ന മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്നും മാറ്റുക ഒരു നീക്കമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടത്തുന്നത്. അതാണ് ഒരു അഴിച്ചുപണിക്ക് വരും ദിവസങ്ങളിൽ, അതായത് ഈ ജൂൺ മാസം പകുതിയോടുകൂടി ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ മാസം വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ മോദി ഒരു മന്ത്രിസഭാ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിരുന്നു. മോദിയുടെ മന്ത്രിസഭയിൽ നിലവിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ മാറുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഏകദേശം 12ഓളം മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ജൂൺ മാസം പകുതിയോടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ മന്ത്രിസഭയിൽ നിന്ന് 4 പേരെ പുറത്താക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കും എന്ന് ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. കാരണം CBSEയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനുള്ള ഒരു നീക്കം കൂടുതലാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ ജോർജ് കുര്യൻ തുടരുമോ എന്നാണ് നേതാക്കൾ അടുത്തതായി ഉറ്റുനോക്കുന്നത്. അതായത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഈ രാജ്യസഭ MP കാലാവധി അവസാനിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യനെ മാറ്റാനുള്ള ഒരു നീക്കവും കാണുന്നുണ്ട്. കൂടാതെ സദാനന്ദൻ മാസ്റ്റർ മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന ഒരു സൂചന, എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. സദാനന്ദ മാഷിനെ കേന്ദ്ര മന്ത്രിയാക്കിയാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തിരിച്ചടിയായിരിക്കും. കാരണം 1994 ജനുവരി 25 രാത്രി 8:30 മട്ടന്നൂരിന് സമീപമുള്ള ഇരുവച്ചലിൽ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സംഘം CPIM പ്രവർത്തകർ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കാലുകൾ വെട്ടിമാറ്റുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കൃത്രിമ കാലിലാണ് ജീവിതകാലം മുഴുവനും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് MP സ്ഥാനം നരേന്ദ്രമോദി കൊടുത്തത്. അപ്പോൾ മന്ത്രിയും കൂടെ ആക്കുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു മറുപടി ആയിരിക്കും നരേന്ദ്രമോദി നൽകാൻ പോകുന്നത്. നിലവിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന അനിൽ ആന്റണിയുടെ പേരും പരിഗണനയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുള്ളത്. CBSE മൂല്യനിർണ്ണയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ തുടരുമോ എന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. UP അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 7 സംസ്ഥാനങ്ങളിലെ സമവാക്യങ്ങൾ നിർണായകമാകും. UPയിലെയും ദില്ലിയിലെയും കേന്ദ്രമന്ത്രിമാരായ BJP അധ്യക്ഷന്മാർ മന്ത്രിസഭയിൽ നിന്നും ഒഴിയും. കേരളത്തിൽ പുതിയൊരു പ്രഭാരി വന്നേക്കുമെന്ന സൂചനയുമുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയുടെ മുന്നോടിയായുള്ള സംഘടനാ മാറ്റങ്ങൾ BJP ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയെ ഉത്തർപ്രദേശ് BJP അധ്യക്ഷനായും കോർപ്പറേറ്റ് കാര്യ റോഡ് ഗതാഗത സഹമന്ത്രി ഹർഷ് മൽഹോത്രയെ ഡൽഹി BJP പ്രസിഡന്റായും നിയമിച്ചിട്ടുണ്ട്. ഇവരുടെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പാർലമെന്റിലെ ഇരു സഭകളിൽ നിന്നുമുള്ള പുതിയ മുഖങ്ങൾ കടന്നുവരും. കൂടാതെ JDU, TDP, NCP, RLM തുടങ്ങിയ NDA സഖ്യകക്ഷികൾക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സഖ്യകക്ഷികളിലെ 1-2 നേതാക്കൾക്ക് ക്യാബിനറ്റ് പദവിയും മറ്റുള്ളവർക്ക് മന്ത്രി, അതായത് സഹമന്ത്രി സ്ഥാനവും ലഭിക്കാനാണ് സാധ്യത. ഇതിൽ ബീഹാറിൽ നിന്നുള്ള ഘടകകക്ഷികൾക്ക് സിവിൽ ഏവിയേഷൻ, അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നീ മന്ത്രാലയങ്ങളിലെ സഹമന്ത്രി സ്ഥാനം നൽകിയേക്കും. ഈ വർഷമോ അടുത്ത വർഷമോ ആദ്യമോ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്ന മന്ത്രിമാർ, 70 വയസ്സ് കഴിഞ്ഞവർ എന്നിവരെ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി പാർട്ടി സംഘടനാ ചുമതലകൾ ഏൽപ്പിക്കും. കൂടാതെ റെയിൽവേ, ധനകാര്യം, കോർപ്പറേറ്റ് കാര്യങ്ങൾ, കൽക്കരി, ടെക്സ്റ്റൈൽസ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, IT, കൃഷി, പരിസ്ഥിതി നിയമം, അതോടൊപ്പം തന്നെ ജൽശക്തി തുടങ്ങിയ 20ഓളം സുപ്രധാന മന്ത്രാലയങ്ങളിലാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അധിക ചുമതലയായി നൽകിയിട്ടുള്ള ചില വകുപ്പുകൾക്ക് ഇനി മുതൽ സ്വതന്ത്ര ചുമതലയുള്ള പ്രത്യേക ക്യാബിനറ്റ് മന്ത്രിമാർ ഉണ്ടായേക്കും എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്.